ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 11ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മഹാസംഗമം. ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാർ. യുജിസിയുടെ കരട് റെഗുലേഷനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ദേശീയ കൺവെൻഷൻ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബിജെപി ഇതര വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. കൺവെൻഷനിൽ നിന്ന് കേരള വിസി വിട്ടുനിൽക്കും. കൺവെൻഷൻ ഗവർണറുടെ അതൃപ്തിക്കിടെ. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർടിഒ ജേഴ്സിനെതിരെ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ്. ബാങ്ക് അക്കൌണ്ടുകൾ അടക്കം പരിശോധിക്കും. ജേഴ്സിന്റെ വീട്ടിൽ നിന്നും 64,000 രൂപയും 49 മദ്യക്കുപ്പികളും കണ്ടെത്തിയെന്ന് വിജിലൻസ്. ജേഴ്സിനെ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയ കേസിൽ മലയാളി അടക്കം 3 പേർ പിടിയിൽ. മലയാളിയായ PA അഭിലാഷിനെ NIA അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ നിന്ന്. കേസിൽ ഇതുവരെ പിടിയിലായത് 8 പേർ. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിക്കൊപ്പം 6 മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ചടങ്ങ് ഡൽഹി രാംലീല മൈതാനത്ത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരും പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്ന് വത്തിക്കാൻ. സഹപ്രവർത്തകരുമായി സംസാരിച്ചു. മാർപ്പാപ്പയെ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ദുരന്തബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം. അധികൃതർ ഉറപ്പു ലംഘിച്ചെന്നും സമരക്കാർ. കലക്ടറേറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന്. എതിരാളികൾ ബംഗ്ലാദേശ്. മത്സരം ഉച്ചയ്ക്ക് 2:30 ദുബായ്.